കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യൂ. 10 വർഷത്തിലേറെ എക്സ്പീരിയൻസോട് കൂടിയ അധ്യാപകർ, 50ലേറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 10,000-ലധികം ക്വസ്റ്റ്യൻസ്, 100-ലധികം മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, യൂസർ ഫ്രണ്ട്ലി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചേഴ്സ്. പ്ലേ സ്റ്റോറിൽ നിന്നും കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ആപ്പ് ഉടൻ ഡൗൺലോഡ് ചെയ്യൂ. ഫ്യൂച്ചറിൽ സക്സസ് ലോഡ് ചെയ്യൂ. കോഓപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ് വഴി ജോലി നേടുന്ന അടുത്തയാൾ നിങ്ങളാവാം. നമസ്കാരം. കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ലോയുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് തുടർച്ചയായി പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഡിവിഡൻഡ് രജിസ്റ്റർ ഈസ് ടു ബി കെപ്റ്റ് ഫോർ ഡാഷ് ഇയേഴ്സ്. ഇപ്പോൾ ഒരു സഹകരണ സംഘം സൂക്ഷിക്കേണ്ട കുറേ രജിസ്റ്ററുകളുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഓരോ പീരീഡുണ്ട്. 1 വർഷം, 6 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷം, 7 വർഷം, 12 വർഷം, ഫോർ എവർ പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടത്. അങ്ങനെ അത് നോക്കിക്കോണം. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ്. അപ്പം ചിട്ടി രജിസ്റ്റർ ഒക്കെ കൂടെ ചോദിക്കുന്നതാണ്. ഇപ്പം ഡിവിഡൻഡ് രജിസ്റ്റർ അല്ലെങ്കിൽ ബോണസ് രജിസ്റ്റർ, അങ്ങനെ കുറേ രജിസ്റ്റർ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചോദിക്കും. അത് നിങ്ങളൊന്ന് നോക്കണം, എത്ര വർഷമാണ് അത്, ഏതൊക്കെ രജിസ്റ്റർ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് എത്ര വർഷം സൂക്ഷിക്കണം എന്നൊക്കെ ചോദിക്കും. നമുക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു പാറ്റേൺ നോക്കണം. ചില ഇയർ ചോദിക്കും, ഡേയ്സ് ചോദിക്കും, രജിസ്റ്റർ ചോദിക്കും. ഇതൊക്കെ ഓരോ കാറ്റഗറി പെട്ട ഒരു ചോദ്യം വരുന്നതാണ്. അപ്പോൾ ഈ രജിസ്റ്റർ നോക്കിയാൽ തന്നെ നമുക്ക് അരമാർക്ക് പിടിക്കാം. പിന്നെ ഫോംസ്, നമുക്ക് 39 ഫോംസ് ഉണ്ട്. ആ ഫോമിൽ എന്തെങ്കിലും ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ ഈ ഡിവിഡൻഡ് രജിസ്റ്റർ എത്ര വർഷം സൂക്ഷിക്കണമെന്നാണ് ചോദ്യം. അതിനകത്ത് ഓപ്ഷൻ 3 വർഷം, 5 വർഷം, 7 വർഷം, 12 വർഷം, അല്ലെങ്കിൽ ചിലപ്പോൾ നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പോൾ ഡിവിഡൻഡ് രജിസ്റ്ററും ഈ ചിട്ടി രജിസ്റ്ററും ഒക്കെ കൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഡിവിഡൻഡ് രജിസ്റ്റർ എത്രയാണ്? ആൻസർ 7 വർഷമാണ്, 7 years ആണ്. അടുത്തത്, ആസ് പെർ സെക്ഷൻ 61 ഓഫ് KCS ആക്ട് ഡാഷ് ഫണ്ട് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ എ സൊസൈറ്റി. സെക്ഷൻ 61 മുതൽ ഏത് ഫണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, രൂപീകരിക്കേണ്ടത്, ഫോം ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ 61 പ്രകാരമുള്ള ഫണ്ട് ഏതാണോ ചോദിക്കുക. എന്നിട്ട് അവിടെ ഓപ്ഷൻ കുറേ ഫണ്ട് തരും. അതായത് പെൻഷൻ ഫണ്ട് തരും, കോമൺ വെൽഫെയർ, മെമ്പേഴ്സ് വെൽഫെയർ ഫണ്ട് തരും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫണ്ട് തരും, അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് തരും. ഇപ്പം എല്ലാം ഫണ്ടായിരിക്കും. ഈ ആൻസർ എന്തായിരിക്കും? ഇപ്പം നമുക്കറിയാം സെക്ഷൻ 61 പ്രകാരം രൂപീകരിക്കുന്ന ഫണ്ട് എന്താ ചോദിച്ചാൽ അതാണ് പെൻഷൻ ഫണ്ടാണ്. 61 പെൻഷനാണ്, 62 ഗ്രാറ്റുവിറ്റിയാണ്. ഇനി നോക്കാം, ഇനി ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു ചോദിക്കാം. പെൻഷൻ ഫണ്ട് രൂപീകരിക്കുന്ന സെക്ഷൻ ഏതാന്ന് ചോദിക്കും. എന്നിട്ട് സെക്ഷൻ 69 അല്ലെങ്കിൽ റൂൾ 69 അല്ലെങ്കിൽ 68, 62, 61 തരും. അപ്പം ആൻസർ ഒന്നായിരിക്കും. ചോദ്യം എന്ത് ചെയ്യാം, പലരേക്ക് ചോദിക്കാം. 61 എന്ത് ചെയ്യുക, പെൻഷൻ ഫണ്ടിനെ പറ്റി പറയുന്നത്. 61 നിങ്ങൾ നോക്കണം. ആ പെൻഷൻ ഫണ്ടിനകത്ത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ടെന്ന് കാര്യം പറയുന്നുണ്ട്. സെക്ഷൻ 61 സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്ക് മോർ ബെനിഫിഷ്യൽ ഏതാണോ അത് പ്രകാരം എന്ത് ചെയ്യണം, ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട് രൂപീകരിക്കണം എന്ന് സെക്ഷൻ 61 പറയുന്നുണ്ട്. അതായത് പങ്കാളിത്ത പെൻഷൻ ഫണ്ട്. പങ്കാളിത്ത പെൻഷൻ ഫണ്ട് മീൻസ് അതായത് ജീവനക്കാരൻ അയാളുടെ ഓരോ മാസം അയാളുടെ ശമ്പളത്തിൽ നിന്ന് എത്ര വിഹിതം ഇടുന്നു അതേ തുല്യമായ തുക ആര് വിടണം, സംഘവും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് അതിന് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ 61 എടുത്ത് ശരിക്കും വായിച്ചു നോക്കുമ്പോൾ അതിന് ചോദ്യം വരും. ഇനി അതിനകത്ത് പറയുന്നുണ്ട്, ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട് ഏത് സംഘത്തിൽ, എല്ലാ സംഘങ്ങൾക്കും ബാധകമല്ല. അല്ലെ ഏതെങ്കിലും സംഘത്തിൽ, അതായത് കോൺട്രിബ്യൂട്ടറി സെൽഫ് ഫിനാൻസിങ് പെൻഷൻ ഫണ്ട് സെക്ഷൻ 80 അകത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. സെക്ഷൻ 80 എസ്റ്റാബ്ലിഷ്മെന്റ്, 80A, 80B ഒക്കെ പഠിക്കും. അതായത് സെൽഫ് ഫിനാൻസിങ് ഒരു ഫണ്ട് രൂപീകരിക്കുന്ന, പെൻഷൻ ഫണ്ട് രൂപീകരിക്കുന്ന സംഘങ്ങളിൽ ഈ 61 പ്രകാരമുള്ള കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട് ബാധകമല്ല എന്നുള്ള കാര്യം ഓർത്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ്, ഡ്രാഫ്റ്റ് ബൈലോ ആർ പ്രിപ്പയർഡ് ബൈ ഡാഷ്. ഡ്രാഫ്റ്റ് ബൈലോ, അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബൈലോ, ഡ്രാഫ്റ്റ് ബൈലോ, പ്രപ്പോസ്ഡ് ബൈലോ. ഇപ്പം മൂന്നാണ് സാധനം. ബൈലോ മീൻസ് രജിസ്റ്റേർഡ് ബൈലോ. രജിസ്റ്റേർഡ് ബൈലോ മീൻസ് ഹാവിങ് ദ സീൽ ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ രജിസ്ട്രാർ. രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രാറുടെ സീലും ഒപ്പം വെച്ച് കൊടുക്കുന്ന, ഔദ്യോഗിക മുദ്രയും വെച്ച് കൊടുക്കുന്നതാണ് രജിസ്റ്റേർഡ് ബൈലോ. ഇനി ഡ്രാഫ്റ്റ് ബൈലോ ഉണ്ട്, പ്രപ്പോസ്ഡ് ബൈലോ ഉണ്ട്. നമ്മുടെ ചോദ്യം ഡ്രാഫ്റ്റ് ബൈലോ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്. അപ്പോൾ നമ്മൾ കണ്ട ഒരു സഹകരണ സംഘം രൂപീകരിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ആരാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പ്രൊമോട്ടേഴ്സ് ആണ്, സംഘാടകരാണ്.
അവർ ഏത് ടൈപ്പ് സംഘമാണോ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെയുള്ള സംഘത്തിന്റെ ബൈലോ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് അവർ കരട് തയ്യാറാക്കി കൊടുക്കും. അതാണ് ഡ്രാഫ്റ്റ് ബൈലോ. അതിനകത്ത് ഇനി ഓപ്ഷൻ തരും. ഈ ഡ്രാഫ്റ്റ് ബൈലോ തയ്യാറാക്കുന്ന എ മാനേജിങ് കമ്മിറ്റി, ബി സബ് കമ്മിറ്റി, സി ഡിസിപ്ലിനറി കമ്മിറ്റി, ബി നൺ ഓഫ് ദീസ്. എല്ലാം കമ്മിറ്റിയാണ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞതിനകത്ത് ഇത് ഈ ഒരു കമ്മിറ്റി ഒന്നും അല്ല എന്ത് ചെയ്യുക, ഡ്രാഫ്റ്റ് ബൈലോ തയ്യാറാക്കും. ഡ്രാഫ്റ്റ് ബൈലോ തയ്യാറാക്കുന്ന ആരാണ്? പ്രൊമോട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ സംഘാടകരാണ്. അപ്പൊ നമ്മളുണ്ട് ഒരു സഹകരണ സംഘം രൂപീകരിക്കണമെങ്കിൽ മിനിമം 25 persons ബിലോങ്സ് ടു ഡിഫറെന്റ് ഫാമിലി വേണം. അവരെല്ലാം കൂടി തയ്യാറാക്കി രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷയോടൊപ്പം തുന്നിക്കെട്ടി കൊടുക്കുന്നതാണ് ഡ്രാഫ്റ്റ് ബൈലോ. അത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായി? പ്രപ്പോസ്ഡ് ബൈലോ ആയി. രജിസ്ട്രാർ അത് നോക്കി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ബൈലോ ആയി. അതുകൊണ്ടാണ് പറഞ്ഞത് ബൈലോ മീൻസ് രജിസ്റ്റേർഡ് ബൈലോ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, restriction in holding shares dealt with that section. ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു റെസ്ട്രിക്ഷൻ ഓൺ ദി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് പഠിച്ചു. അപ്പൊ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, സെക്ഷൻ 22, 23, 24 ഷെയറുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻ ആണ്. 22 നമ്മൾ കണ്ടു ഹോൾഡിംഗ് ഓഫ് ഷെയർസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആണ് 23, 24 വിഡ്രോവൽ. അപ്പം 22, 23, 24 പഠിച്ചാൽ ഷെയറുമായി ബന്ധപ്പെട്ട നിയന്ത്രണം ചോദിച്ചാൽ നമുക്ക് അരമാർക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ആൻസർ സെക്ഷൻ 22 ആണ്. ഷെയറുകൾ കൈവശം വെക്കുന്നതിന് നിയന്ത്രണം. എത്രയാണ് നിയന്ത്രണം? അത് ചിലപ്പോൾ ചോദിക്കും, ഒരു സഹകരണ ഒരു ഇൻഡിവിജ്വലിന് ഒരു അംഗത്തിന് എത്ര ഷെയർ എടുക്കാം? അതായത് 1/5 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്, അല്ലെങ്കിൽ അതിന് 20% എന്ന് പറയാം. അപ്പൊ നിങ്ങൾ കോപ്പറേറ്റീവ് ലോ പഠിക്കുമ്പം നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ചത് 1904 നിയമമെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. 1904 ഫസ്റ്റ് രജിസ്ട്രേഷൻ നെയ്മഡ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. അതിനകത്ത് ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഷെയറിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ലിമിറ്റഡ് ഇറ്റ് ₹1000. 1000 രൂപയുടെ ഷെയറെ ഒരാൾക്ക് എടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഒരു ഷെയറിന്റെ വില 1 രൂപയായിരുന്നെങ്കിൽ അതിക്ക് 1000 ഷെയർ എടുക്കാമായിരുന്നു. ഒരു ഷെയറിന്റെ വില 10 രൂപ ആണെങ്കിൽ അതിക്ക് 100 ഷെയർ എടുക്കാമായിരുന്നു. ഒരു ഷെയറിന്റെ വില 100 രൂപ ആണെങ്കിൽ അതിക്ക് 10 ഷെയർ എടുക്കാമായിരുന്നു. ഇനി ഒരു ഷെയറിന്റെ വില 1000 ആണെങ്കിൽ ഒറ്റ ഷെയർ, അത് ലിമിറ്റഡ് ഇറ്റ് ₹1000. എന്നാൽ അതിപ്പോ നമ്മുടെ കേസ് ആക്ട് പ്രകാരം മൊത്തം ഷെയർ എത്രയാണോ അതിന്റെ 1/5 ഷെയർ ആണ് എടുക്കാൻ സാധിക്കുന്നത്. അതിന്റെ റെസ്ട്രിക്ഷൻ പറയുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ, സെക്ഷൻ എവിടെയാന്ന് ചോദിച്ചാൽ സെക്ഷൻ 22 അപ്പൊ ആ സെക്ഷൻ 22, 23, 24 നോക്കിയോണം. പലപ്പോഴും കൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഈ റെസ്ട്രിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്തത്, ദി ഏജ് ലിമിറ്റ് ഫോർ അപ്ലൈയിങ് ഫോർ ദി പോസ്റ്റ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് KCS ആക്ട് ആണ്. അതായത് സഹകരണ സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഓപ്ഷൻ തരും, ഏജ് ലിമിറ്റ് എത്രയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മിനിമം 18 വയസ്സ് വേണം, മാക്സിമം ജനറൽ കേസിൽ 40 കൂടാൻ പാടില്ല. ഇനി റിസർവേഷൻ ഉള്ളവർക്ക് 43, 45, 50 എന്നൊക്കെ അങ്ങനെ പല കേസുണ്ടാകും. നമ്മൾ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട സെക്ഷനിലാണോ റൂളിലാണോ എന്നാണ്. എവിടെയാണ്? സെക്ഷനകത്ത് പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞിട്ടുള്ള റൂളിലാണ്. അപ്പം ഓഫീസേഴ്സ് അല്ലെങ്കിൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട സെക്ഷൻ 80 ആണ്, 80 ആ 80-നകത്ത് സബ്സെക്ഷൻ 1, 81 മുതൽ 10 വരെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഏജ് ലിമിറ്റ് പറയുന്നില്ല. ഏജ് ലിമിറ്റ് പറയുന്നത് ഈ സെക്ഷൻ 80ന്റെ സപ്പോർട്ടിംഗ് റൂള് 182 മുതൽ 201 വരെയാണ്. അപ്പൊ 182 ക്ലാസിഫിക്കേഷൻ, 183 ഏജ് ലിമിറ്റ്, 184 പ്രൊബേഷൻ, 185 പ്രൊമോഷൻ, അങ്ങനെ 186 ക്വാളിഫിക്കേഷൻ, അങ്ങനെയാണ് കുറെ പറയുന്നത്. അപ്പൊ ആ റൂള് പ്രധാനപ്പെട്ടാണ്. റൂള് 182 മുതൽ 201 വരെ. എപ്പോഴും ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഡിസിപ്ലിനറി ആക്ഷൻ, ഡൈൻ ഹാർനസ്, പ്രൊമോഷന്, സർവീസ് ബുക്ക്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് റൂളിൽ പറയുന്നത്. അപ്പൊ ഏജ് ലിമിറ്റിനെ പറ്റി പറയുന്നത് 183-ലാണ്. അപ്പൊ നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത കുറെ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.